സുഹൃത്തുക്കളെ, മാമ്പഴ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. ഓരോ വീടുകളിലും മാമ്പഴം നശിച്ചു പോകാതെ നമ്മളത് പൾപ്പാക്കി ഏകദേശം 1 വർഷത്തോളം സൂക്ഷിക്കാൻ സാധിക്കും. മൂവാണ്ടൻ മാവാണിത്. മൂവാണ്ടൻ മാവിൽ നിന്ന് നമ്മൾ പെറുക്കിയെടുക്കുകയാണ്. താഴത്തുനിന്ന് നല്ല മാങ്ങകൾ പെറുക്കിയെടുത്ത് നമ്മളത് വൃത്തിയായി തുടച്ച്, ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് അത് കഷ്ണങ്ങളാക്കണം. മാങ്ങകളെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു തുണി കൊണ്ട് തുടച്ച് ഇതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞ് ഇതെല്ലാം കഷ്ണങ്ങളാക്കി വെക്കണം. ഈ കഷ്ണങ്ങളെല്ലാം എടുത്ത് ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം, പൾപ്പാക്കണം. അതിന് വേണ്ട പഞ്ചസാര ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഏകദേശം 1/2 കിലോ പഞ്ചസാര ഉണ്ട്. പഞ്ചസാര ഇട്ട് അടിച്ചെടുത്തതിന് ശേഷം ഈ കട്ടിയുള്ളൊരു പാത്രം ഇതിൻ്റെ വെള്ളം പോകാൻ വഴറ്റിയെടുക്കണം. അത് വഴറ്റി ഏകദേശം വെള്ളം പോയെന്ന് അറിയുമ്പോൾ ഈ ചെറുനാരങ്ങയുടെ നീര്, 10 മാങ്ങയ്ക്ക് ഒരു ചെറുനാരങ്ങ എന്ന നിരക്കിൽ കുരു കളഞ്ഞ് ചെറുനാരങ്ങയുടെ നീര് ഇതിൽ പിഴിഞ്ഞെടുത്ത്, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചെറുനാരങ്ങയാണ്, അത് ചേർത്ത് ഇളക്കി വെള്ളം പോകുന്നത് വരെ ഇളക്കിയെടുത്ത് അത് തുറന്നു വെച്ച് അതിൻ്റെ ചൂട് കളഞ്ഞതിന് ശേഷം ആറിയതിന് ശേഷം അത് കവറുകളിലാക്കണം. ഈ മാങ്ങ കഷ്ണങ്ങളാക്കിയത് പറഞ്ഞതുപോലെ ഒട്ടും വെള്ളമില്ലാതെ പൾപ്പ് മാത്രമായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ്. എല്ലാ മാങ്ങയും ഇതുപോലെ അടിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നത് നല്ലതായിരിക്കും. പൾപ്പെല്ലാം മൊത്തത്തിൽ അടിച്ചെടുത്ത് കഴിഞ്ഞു, കാണാമല്ലോ. അതിന് ശേഷം 1/2 കിലോ പഞ്ചസാര ചേർക്കണം. പിന്നെ ഷേക്ക് ആക്കുമ്പോൾ കൂടുതൽ പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇതൊരു പ്രിസർവേറ്റീവ് എന്ന പോലെയാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി ഇത് അടുപ്പത്ത് വെള്ളം പോകുവാനായിട്ട് വെക്കുകയാണ്. കംപ്ലീറ്റ് പറ്റിച്ചെടുക്കണം. പിന്നെ അതിൽ നിന്നെടുത്ത ഈ തൊലി, അതിൻ്റെ നട്ട് മാറ്റി തൊലി, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ബയോഗ്യാസിലിടാവുന്നതാണ്. നല്ലപോലെ ഗ്യാസ് കിട്ടും. ഈ പൾപ്പ് നമ്മൾ വെള്ളം കളഞ്ഞ് പറ്റിച്ചെടുക്കുമ്പോൾ വെള്ളം നല്ലപോലെ ഒരു പകുതിയായിട്ട് വറ്റിക്കഴിഞ്ഞതിന് ശേഷം, ഞാൻ പറഞ്ഞില്ലേ, ചെറുനാരങ്ങയുടെ നീര് പൾപ്പിലേക്കാണ് ഒഴിക്കേണ്ടത്. ചെറുനാരങ്ങ ബയോഗ്യാസിലേക്ക് തോടോ കുരുവോ നീരോ ഒന്നും ഒഴിക്കാൻ പാടില്ല. വീട്ടിലെ തന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. 10 മാങ്ങയ്ക്ക് ഒരു ചെറുനാരങ്ങ എന്ന പോലെ എടുക്കാം. ഇത് നല്ലപോലെ വറ്റിയതിന് ശേഷം മാത്രമാണ് ഈ നീരൊഴിക്കുന്നത്. ഈ പൾപ്പ് വെള്ളം പോയി പാകമായതിന് ശേഷം അവസാന ആവുമ്പോൾ ഈ ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് ഒരു 10 പ്രാവശ്യം ഒന്നും കൂടെ തിളപ്പിച്ച് ഇളക്കി അതിന് ശേഷം സിപ്പ് ലോക്കുകളിലാക്കണം. കണ്ടോ, ഒരു 1.5 വർഷം വരെ ഇത് ഫ്രീസറിൽ വെച്ചാൽ ഇരിക്കും. ഇത് പൾപ്പാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നത് കുപ്പി മാറ്റണം. കുപ്പിയിൽ വെക്കാൻ പറ്റില്ല, ഫ്രീസറിൽ വെച്ചാൽ അത് പൊട്ടിപ്പോകും.